ഒരു വലിയ കാർഡിയോളജിസ്റ്റ്, ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തിയ, ജീവിതം അതിഭീകരമായി മാറ്റിമറിച്ച ഒരു ഡോക്ടർ, അത്തരത്തിലൊരു പ്രൊഫഷണൽ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്? നമ്മൾ ഈ കഴിഞ്ഞ 29 കൊല്ലമായിട്ട് കാർഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ജനങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പം ജനങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളില്ലേ, അവർ പറയുന്ന ചില കാര്യങ്ങളില്ലേ, ഇതൊക്കെ നമ്മളെയൊക്കെ സ്പർശിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ തട്ടിയിട്ടുണ്ട്, നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുമായിട്ട് സംവാദം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ ഒരു ഡോക്ടർക്ക് കഴിയാറില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഇതെത്തിപ്പറ്റാവുന്ന രാഷ്ട്രീയ മേഖലകൾ വിരളമാണ്. നമ്മൾ കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു വികസനത്തിൻ്റെ പാത തെളിയിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. MD മെഡിസിൻ ഞാൻ പഠിച്ചത് BJ മെഡിക്കൽ കോളേജിലാണ്. അന്ന് ചിമൻഭായ് പട്ടേൽ, മാധവ് സിംഗ് സോളങ്കി എന്ന് ഉള്ളവരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രിയാകുന്നതും 15 കൊല്ലം ഭരിക്കുകയും പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ അവസ്ഥ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന വികാസമാണ്. ഞാനൊക്കെ അന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ട്രിവാൻഡ്രം രാജ്കോട്ട് എക്സ്പ്രസ് ഒരു എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അഹമ്മദാബാദ് രാജ്കോട്ടിൽ പോകാനായിട്ട് 8 hours എടുക്കുന്നത്. ഇന്ന് നല്ല വികാസം ചേർന്ന് വന്ന റോഡുകളിലൂടെ നമുക്ക് 4 മണിക്കൂർ രാജ്കോട്ടിൽ കാറിലെത്താം. അപ്പോൾ ഇത് നമുക്ക് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. അതേ അദ്ദേഹം തന്നെ നമ്മുടെ ദേശീയ തലത്തിലെത്തിയപ്പോൾ ഭാരതത്തിനുണ്ടായ മാറ്റം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചുമ്മാതെ വിമർശിക്കുന്നതിന് അല്ലാതെ വ്യക്തമായി ധാരണകളോടെ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇദ്ദേഹം നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ ഈ വികസനത്തിൻ്റെ മാതൃക പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ പ്രചോദിപ്പിക്കാൻ പറ്റൂ.